ഫാദർ ഫിലിപ്പ് കവിയിൽ നമുക്കൊപ്പം ചേരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഫാദർ ഫിലിപ്പ് കവിയിൽ ഇക്കാര്യത്തിൽ മുനമ്പം കമ്മീഷന് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടാകുന്ന തീരുമാനം സർക്കാരിന് അനുകൂലമാണ്. അതായത് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയമിച്ച തീരുമാനത്തെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയെങ്കിലും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് അത് താൽക്കാലികമായെങ്കിലും തുടരാം, വസ്തുതാ പഠനം നടത്താമെന്നതാണ്. ഇപ്പോൾ ഈ വഖഫ് ബില്ല് നിയമ പ്രാബല്യത്തിലായെങ്കിൽ കൂടിയും മുനമ്പത്തെ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമായോ എന്നതിൽ ഒരാശയക്കുഴപ്പമുണ്ട് എന്നതാണ് നമുക്ക് മുന്നിലുള്ള ചിത്രം. അങ്ങനെയെങ്കിൽ ഈ വസ്തുതാ പഠനവും ഇപ്പോഴത്തെ ഈ ഹർജി ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്തത് ഏതു തരത്തിൽ മുനമ്പം വിഷയത്തിലടക്കം സ്വാധീനം ചെലുത്തും? ഈ ഹൈക്കോടതി വിധിയെക്കുറിച്ച് ഞാൻ പഠിച്ചില്ല. ഇപ്പൊ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതിനെ കൂടുതൽ പഠിച്ചില്ല. ഏതായാലും ഈ വിധിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കാരണം ഹൈക്കോടതി ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിൽ നമ്മൾ ബഹുമാനിക്കണമല്ലോ. ഈ മുനമ്പം വിഷയം ആത്യന്തികമായി പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അല്ലാതെ ആ വിഷയം നീറി നിന്നതുകൊണ്ട് ആർക്കും ഉപകാരമില്ല. അതുകൊണ്ട് ഗവൺമെന്റ് അത് പരിഹരിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചു, ആ കമ്മീഷൻ പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, പുതിയ ബില്ല് പാർലമെന്റ് വരിക നിയമമായ സ്ഥിതിക്ക് ഇനി മുതൽ ആ നിയമമായിരിക്കും അടിസ്ഥാനപരമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. മുൻപത്തെ വിഷയത്തില് ഞങ്ങളൊക്കെ കരുതുന്നത് ഈ ആർട്ടിക്കിൾ 2A അമെൻഡ് ചെയ്തതുകൊണ്ട് മുൻപത്തെ വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ്. ഇനി ട്രൈബ്യൂണൽ എന്ന് പറയുന്നതും വഖഫ് ബോർഡ് എന്ന് പറയുന്നതും ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഈ പുതിയ നിയമം വന്നതിൽ നിർണായകമായ സ്വാധീനം ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. എന്തു വന്നാലും മുനമ്പം വിഷയം ആത്യന്തികമായി പരിഹരിക്കപ്പെടുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ സംജാതമായിട്ടുണ്ട്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്, ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്നായിരുന്നു. അത് എന്തുകൊണ്ട് പരിഹരിച്ചില്ല എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ ചർച്ച ചെയ്തത്. ഏതായാലും ഗവൺമെന്റിന്റെ നീക്കത്തിന് ഈ ഹൈക്കോടതിയുടെ വിധി ഒരു ഋണാത്മകമായ പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ മുനമ്പത്തിന് ജുഡീഷ്യൽ കമ്മീഷൻ വന്നാലും ഇല്ലെങ്കിലും വഖഫ് ബില്ല് ഭേദഗതി വന്നതോടുകൂടി മുനമ്പത്തെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു എന്ന് കത്തോലിക്ക കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ? പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ആർട്ടിക്കിൾ 2A പ്രകാരം ഈ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം അതിന്റെ എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്ന ഏതോ ഒരു ദർഗയ്ക്ക് നേരത്തെ എക്സെപ്ഷൻ കൊടുത്തിരുന്നു. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ഈ പ്രത്യേക ഡിനോമിനേഷനുകൾ അല്ലെങ്കിൽ ഈ ട്രസ്റ്റുകൾ, അതിൽ വരുന്ന ഈ വഖഫ് വിഷയങ്ങൾ അത് ഇനി പുതിയ ട്രൈബ്യൂണൽ പരിഹരിക്കും. ആ ട്രൈബ്യൂണലിലുള്ളവരാണ് ഇനി അതിന് വിധി കൽപ്പിക്കേണ്ടത്. ഇനി അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ നമുക്ക് കോടതികളിൽ പോകാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഉണ്ട്, നേരത്തെ അതില്ലായിരുന്നു. ഇല്ല, അല്ല, അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഇനി ഒരു CN രാമചന്ദ്രൻ നായർ വസ്തുതാ പഠനം നടത്തിയിട്ടും അതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് കത്തോലിക്ക കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ബഹുമാനപ്പെട്ട കോടതി എന്ത് നിശ്ചയിക്കുന്നോ അത് നമ്മൾ അംഗീകരിക്കണം. അതിന് മേൽ പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ പോകാനുള്ള അവസരമുണ്ടല്ലോ. അതുകൊണ്ട് ഹൈക്കോടതി വിധിയെ ഞങ്ങൾ മാനിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഒരു ഘട്ടത്തിൽ CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ അവിടെ സിറ്റിംഗ് നടത്തുകയും ആൾക്കാരിൽ നിന്ന് പരാതി കേൾക്കുകയും അതിന് തുടർ പ്രവർത്തനങ്ങളും നടക്കുകയായിരുന്നു. ഇനി ഈ കമ്മീഷന്റെ തുടർ പ്രവർത്തനങ്ങൾ നടന്നാൽ അവിടെ മുനമ്പം നിവാസികളുടെ, പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള മേഖലയിലുള്ളവരുടെ ഒരു സഹകരണം ഉണ്ടാകുമോ കമ്മീഷനോട്? തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അല്ലാതെ ഈ ഏതെങ്കിലും സൈഡ് പറ്റുകയോ അങ്ങനെയൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം. മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് നീതി ലഭിക്കണം. അതിന് ഏതൊക്കെ വഴികൾ നമ്മൾ തേടണമോ അതൊക്കെ തേടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കണം. മുനമ്പ് നിവാസികൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരവസ്ഥ ഇവിടെ സംജാതമാകണം. ഇത് ഗവൺമെന്റിന് വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഇതിൽ രാഷ്ട്രീയം കളിച്ചതുകൊണ്ടാണ് ആ പാവപ്പെട്ട ജനത ഇന്നും ദുഃഖത്തിലും ദുരിതത്തിലും ജീവിക്കേണ്ടി വരുന്നത്. അതിനൊരു മാറ്റം ഈ വഖഫ് ബിൽ ഭേദഗതിയിലൂടെ വന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, വളരെ നന്ദി ഫാദർ ഫിലിപ്പ് കവിയിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ